ഗേൾഫ്രണ്ടാ? ഹലോ, എന്താ ഫോൺ എടുക്കാൻ ഇത്ര സമയം? മാക്സിമം 4th റിംഗിൽ ഞാൻ എടുത്തില്ലേ മോളെ. സോ അപ്പൊ ഫസ്റ്റ് റിംഗ് ഫോൺ എടുത്തില്ല, കൗണ്ട് ചെയ്യുന്നിരിക്കും അല്ലേ? ഇവിടെ എത്ര നേരം വിളിക്കും നോക്കാൻ, അങ്ങനെയല്ലേ? എന്തിനാ മധു എല്ലാത്തലും ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നേ? ഗേൾഫ്രണ്ടാണോ, വഴക്കാണോ? അങ്കിള് വന്നിട്ടുണ്ട്. ഏതങ്കിൾ? ഓ, അങ്കിളിനെ പോലും നീ മറന്നുപോയല്ലേ? എന്റെ പൊന്നു മധു, നീ അടുത്ത വീട്ടിലെ ആള് മുതൽ പാനിപ്പൂരി വിൽക്കുന്ന ആള് വരെ അങ്കിളിനല്ലേ വിളിക്കുന്നത്? ഇതിൽ ഏതങ്കിളിനെ കുറിച്ചാ നീ പറയുന്നത്? നിങ്ങൾ ഒന്നിക്കുമ്പോ ഞാൻ വേണായിരുന്നു, ഇപ്പൊ ബ്രേക്കപ്പ് ആവുമ്പോ എന്നെ ആവശ്യമില്ലെന്ന് സുന്ദരമംഗൾ ചോദിക്കുന്നു. ഓ, അയാളോ? ഓ ചേച്ചേ, അദ്ദേഹോ? പുള്ളി എപ്പോഴാ എത്തിയേ? ഈവനിങ് വന്നു, രാവിലെ കാണണോത്രേ. കൂട്ടിക്കൊണ്ടുവരാം. എങ്ങോട്ട്? വീട്ടിലോട്ടാ? പിന്നെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രൈവറ്റ് പബ്ലിക് ആക്കാനാണോ ആഗ്രഹിക്കുന്നത്? എപ്പോ വരും? 8:30 to 9 വരും. എന്തിനാ മോളെ അത്രയും നേരത്തെ വരുന്നേ? കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാ പോരെ? ഒരു 9:30ക്കും 10നും ഇടയ്ക്ക് വരാൻ പറ. ഞാൻ 4:30 മണിക്ക് പോയിടുവേ. 9 to 10:30 രാഹുകാല, അതാ 8:30. ശരി, വാ. എനിക്കറിയാം എന്താ ആലോചിച്ചെന്ന്. എന്താലോചിക്കാനാ? എല്ലാവർക്കും 9 മണിക്കല്ലേ രാഹുകാലം, എനിക്ക് മാത്രം എന്താ 8:30 ആലോചിച്ചത്? ഐ ഹേറ്റ് യു. ബട്ട് ഐ ലവ് യു മധു. ഹലോ ഹലോ, ഒരു സമയത്ത് ഇവൾ എത്ര കാര്യം ആലോചിക്കുന്നത്. ഇവളുടെ അടുത്ത് ഗൂഗിൾ പോലും തോറ്റു പോകുമല്ലോ. വഴക്കാണോ? അങ്ങനെയൊന്നുമല്ല. எனக்கு മനസ്സിലായി, അവ കൂടെ വഴക്ക്, அதனால என்ன கூப்பிட்டிருக்கு. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം. എതുക്ക് വേസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നേ? നീ പിന്നെ ഇതേ ഡ്രസ്സില തന്നെ വരപ്പോറ, ആവശ്യമില്ല. മൂക്കുമുട്ട തിന്നിട്ടാണോ വന്നേ? എനിക്ക് വിശപ്പ്, അതിനാലതാ ഏപ്പ വന്നത്. അയ്യോ, വീട്ടില് നൂഡിൽസ് ഇരിപ്പുണ്ട്, കഴിക്കുന്നോ? നൂഡിൽസോ? അത് ഭയങ്കര ഡേഞ്ചർ ആക്കും. പുറത്തു പോയി കഴിക്കലാമാ? അതിന് നൂഡിൽസ് എത്രയോ ബെറ്ററാ. നീ കുറച്ചു നേരം ന്യൂസ് കാണ്, ഞാൻ പോയി നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവരാം. 2 minutes. നീ നൂഡിൽസ് റെഡി പണ്ണ്, ഞാൻ ഒന്ന് റെഡിയാക്കാ. ഇത് ரொம்ப ചൂടാ ഇருக்கு. ഒറ്റയ്ക്ക് അതുകൊണ്ട് വീട്ടിലെല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്. ഈ നൂഡിൽസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാം. വെജിറ്റേറിയൻ, ചിക്കൻ, എഗ്. നൂഡിൽസ് ചുടുതണ്ണയിൽ പോട്ടെടുക്കരുത്, പാചകമാണോ? നീ വരത്തറ. സോറി സോറി സോറി, ഒന്നും പറ്റില്ലല്ലോ. ഈ സമയത്ത് ആരെവിടെ ബെല്ലടിക്കുന്നത്? ഇത് നിന്റെ വീടല്ലേ, എനക്കെപ്പടി തെരിയും? നീ ഇവിടെ തന്നെ ഇരിക്കുക, ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഞാൻ ആരാ നോക്കിട്ട് വരാം. സോങ് പാക്കറ, നീ പോ. അയ്യോ മധു, അങ്കിൾ. അതില് തുറക്ക് രമേശ്. രമേശ്, മുത്തശ്ശന് സീരിയസാ രമേശ്. എന്റെ മുത്തശ്ശൻ മരിച്ചിട്ട് ഒരുപാട് കാലായി. നിന്റെ മുത്തശ്ശനല്ല, ഈ ബിൽഡിംഗിലെ മുത്തശ്ശൻ, എന്റെ അമ്മായച്ചൻ. നെഞ്ചുവേദനയിൽ പെടഞ്ഞോണ്ടിരിക്കുക. ഇന്നാണെങ്കിൽ ചേട്ടനും വീട്ടിലില്ല. നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വാ രമേശ്. ഞാനോ? അതെ, നിന്റെ അടുത്തല്ലേ വണ്ടിയുള്ളൂ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പൊന്ന് വാ രമേശ്. ചേച്ചി, ഞാൻ വണ്ടിയുടെ താക്കോല് തരാം. നിങ്ങള് മോഹനങ്ങളെ വിളിച്ചോ, അദ്ദേഹം നന്നായിട്ട് വണ്ടി ഓടിക്കും. മോഹനോ? അതിയാന് പകല് പോലും കണ്ണു കാണില്ലല്ലോ. റിവേഴ്സ് എടുക്കാന്നും പറഞ്ഞ് 4-5 തവണ കോമ്പൗണ്ട് വാൾ ഇടിച്ച് താർത്തതാ. ഹാർട്ട് അറ്റാക്കിൽ പോണ്ട എന്റെ അമ്മായിച്ചനെ ആക്സിഡന്റിൽ പറഞ്ഞ് അയക്കരുതേ. നീ തന്നെ വാ രമേശ്. അല്ല ചേച്ചി, രാജാങ്കൾ നന്നായിട്ട് ഓടിക്കുമല്ലോ, അദ്ദേഹത്തിനോട് പറഞ്ഞാലോ? അതെ, തല അജിത്ത് പോലും നന്നായി വണ്ടി ഓടിക്കും. നമുക്കെന്താ റേസിനാണോ ആളെ ആവശ്യം? ആശുപത്രി കൊണ്ടുപോകാനല്ലേ ആളെ വേണ്ടത്. അതിയാന്റെ വണ്ടി റിപ്പയറാ. ആംബുലൻസിനും കോൾ ടാക്സിക്കും ഒക്കെ ഞാൻ ഫോൺ ചെയ്തു, ആരും വരുന്നില്ല. നീ തന്നെ ഒന്ന് വാ രമേശ്. എന്താ? അകത്തൊന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഞാൻ ശബ്ദം കേട്ടല്ലോ. ഞാൻ എന്റെ മൈക്രോസോഫ്റ്റിൽ വിട്ടിട്ട് വരാൻ മനസ്സില്ലല്ലോ. ഞാൻ വരാം. പകുതിയിലെങ്ങാനും പോവാണ്, എനിക്ക്
സഹിക്കാൻ പറ്റില്ല ചേച്ചി രമേശ്. കരയില്ലേ ചേച്ചി? ചേച്ചി ആദ്യം ചേച്ചി വീട്ടിലേക്ക് പോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഉടനെ വരാം. വരുമല്ലോ. എന്നിട്ടെന്താ ഇവിടെ തന്നെ നിക്കുന്നത്? ഷോർട്സ് ഇട്ടിരിക്കുക, ഒന്ന് മാറ്റിട്ട് വരാം ചേച്ചി. ഷോർട്സിന് നീ സുന്ദരനാടാ. ചേച്ചി ആദ്യം പോയി എല്ലാം ഒന്ന് റെഡിയാക്കി, ഞാൻ ഉടനെ തന്നെ വരാം. തീർച്ചയായിട്ടും ഞാൻ വരാന്ന് പറഞ്ഞില്ലേ ചേച്ചി? റെഡിയാണല്ലോ. അത് ഞാൻ മേളിൽ പോകുന്നതിന് മുമ്പ് നീ താഴെ ഞാൻ വരാം ഇറങ്ങ്. ചേച്ചി. ആ കാലിന് മുമ്പ് നീ വരികയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രി നമുക്ക് പോവാം. കൊണ്ടുപോകാം. ശരി ഞാൻ വരാം, ഞാൻ വരുമല്ലോ. വരാം. നല്ല പയ്യന്, അവൻ വരും. സമയം നോക്കി ഇവിടെ ലിഫ്റ്റും പ്രവർത്തിക്കില്ല. അകത്ത് എന്ത് സിനിമയാണോ കാണുന്നേ, വല്ലാതെ പേടിച്ചു പോയി. അടുത്ത ഫ്ലാറ്റിൽ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്കാ, വളരെ സീരിയസാ. அதுக்கு நான் என்ன செய்யணும்? വണ്ടി ഓടിക്കാൻ വേറെ ആരുമില്ല, എന്റെ വണ്ടിയേ ഉള്ളൂ. ഏത് നശിച്ച നേരത്താണോ ഇവിടെ വിളിക്കാൻ തോന്നിയത്? നീ ഒരു കാര്യം ചെയ്യ, 4, 5 ഇതാ നിന്റെ കാശ്. ഒന്നും നടക്കലേ, പിന്നെന്തിനാ പേയ്മെന്റ്? നീ അതൊന്നും നോക്കണ്ട, നീ കാശ് മേടിക്കേ. ഇത് വെച്ചോ, വേഗം ആവട്ടെ, നീ പുറപ്പെട്ടോ. നിന്നെ കണ്ട ശരിക്കും പാവം തോന്നാ. ഞാൻ പോണോ? നീ ഒന്ന് പോവാൻ നോക്ക്. നിക്ക് 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 നിക്ക്. എന്നാച്ച്? നീ എങ്ങനെ പോവും? താഴെ എല്ലാരും പുറത്ത് നിൽക്കല്ലേ? അല്ല, ഞാനിങ്ങനെ നിക്കട്ടെ, ഇല്ല പോട്ടെ? വേണ്ട, നീ പോണ്ട. ഇപ്പോ നീ ഒരു കാര്യം ചെയ്യ, നൂഡിൽസ് കഴിച്ചിട്ട് ഇവിടെ തന്നെ ഇരുന്നോ. ഹോസ്പിറ്റൽ അടുത്ത് തന്നെയാ, ഞാൻ പോയിട്ട് വേഗം വരാം. അപ്പൊ ഇനിയൊരു ചാൻസ് ഉണ്ടല്ലേ? അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ നീ വാതിലടച്ചോ, ഞാൻ പുറത്തുനിന്ന് കുറ്റിയിട്ടോളാം. ഇവിടെ തന്നെ ഇരുന്ന് ടി വി ഉണ്ടോ? ന്യൂസ് അല്ലേ? ഷോ, ആശുപത്രി എത്തി. ഡോക്ടറെ, Where's the doctor? ഡോക്ടർ വന്നില്ലേടോ? അയ്യോ, പകുതി ജീവൻ പോയല്ലോ. പയ്യൻ സൂക്ഷിച്ച്, ഹാർട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോടോ. ഇത് ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്നാ തോന്നുന്നത്. സാർ, സാർ, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരൂ. ഡോക്ടറെ, ഒരു ബെഡ് റെഡിയാക്കി വെക്കേ. ഫോൺ. ഇവളെന്തിനാ ഇത്രയും തവണ വിളിച്ചേ? എനിക്കാണെങ്കിൽ അവളുടെ പേര് പോലും അറിയില്ല.